ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. റെക്കോർഡിംഗ് സ്റ്റാർട്ടായി എന്നും ചിന്തിക്കുന്നു. ഓക്കെ, എനിവേ, ഓഗസ്റ്റ് 7 ഞാൻ എക്സാം എഴുതിയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓഗസ്റ്റ് 13 ഇന്ന് റിസൾട്ട് വന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് PT എക്സാമിൽ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. മുഖവര പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഓഗസ്റ്റ് 7 വ്യാഴാഴ്ചയാണ് എക്സാം എഴുതിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് എക്സാം എഴുതിയത്. സെന്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന എക്സാം സെന്ററിലായിരുന്നു എക്സാം, രാവിലെ 11 മണിക്ക്. ഓക്കെ, എനിവേ ഓവറോൾ എക്സാം വാസ് ഗുഡ്. ഞാൻ രാവിലെ ഒരു 10-10:15 തന്നെ അങ്ങ് ചെന്നു. അതിന്റെ വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു 11 മണിയോടുകൂടെ 11-15 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാം തുടങ്ങി. ഓക്കെ, ഇനിയും എക്സാം സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം സെന്ററുകാർ എന്നോട് പാസ്പോർട്ട് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. സാധാരണ പാസ്പോർട്ട് മാത്രമാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് അവര് എന്തെങ്കിലും ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെ ലൈസൻസോ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി, മൊബൈലിലാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പ്രത്യേകം അവിടെ എക്സാം സെന്ററിൽ ആരും നോട്ട് ചെയ്തത്. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, സാധാരണ അങ്ങനെ ഇല്ലല്ലോ, പാസ്പോർട്ട് മാത്രം പോരെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, ഞങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് ഇപ്പം നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും തിരുവനന്തപുരത്ത് പോകുന്നെങ്കിൽ ജസ്റ്റ് അവരങ്ങനെ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്ന് ഈ തിരുവനന്തപുരം എക്സാം സെന്റർ പുതിയ സെന്റർ ആയതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും. ഗ്രാജുവലി ഇത് മാറുമെന്ന് ചിന്തിക്കാം. കാരണം ഞാൻ കൊച്ചിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം, അന്നേരം പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു. ഇനി അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉണ്ടെങ്കിലും കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ കയറ്റി എക്സാം എഴുതിപ്പിച്ചെന്നിരിക്കും. എനിവേ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എക്സാം തുടങ്ങി. അപ്പൊ അതിനു മുമ്പ് എൻ്റെ റിസൾട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അറിവിലേക്കായിട്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ മൈ റിസൾട്ട്. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അത്യാവശ്യം തിരക്കേടില്ല എന്ന് തോന്നുന്നു. ഓവറോൾ 90 ഉണ്ട്, സ്പീക്കിങ്ങിന് 90, റീഡിങ്ങിന് 90, ലിസണിങ്ങിന് 87, റൈറ്റിങ്ങിന് 86. അപ്പൊ അവിടെ എന്താണ് ചെറിയ അശ്രദ്ധകളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ തുടർന്നുള്ള ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ സത്യത്തിൽ എക്സാം എഴുതണമെന്നൊന്നും ചിന്തിച്ചല്ല കേട്ടോ. അങ്ങനെ ഒരു ചിന്ത എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പോയില്ല. ഇടയ്ക്ക് എപ്പോഴും ഓർത്തിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ച് എക്സാം എഴുതിയേക്കാം. കാരണം ഈ ഓഗസ്റ്റ് 7 ശേഷം ഒരുപാട് ഈ എന്താണ് പറയുന്നത്, അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ആധികാരികത ഇല്ലാത്ത വാർത്തകൾ ഇങ്ങനെ പരന്നു കഴിയുമ്പം ഈ സ്റ്റുഡൻസ് ഇപ്പം നമ്മളോടല്ലേ ചോദിക്കുന്നത്, അപ്പൊ നമുക്കത് വ്യക്തമായിട്ട് മറുപടി പറയാൻ വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് എന്നാ പിന്നെ എക്സാം എഴുതിയേക്കാം. അല്ലാതെ ഇപ്പൊ സ്റ്റുഡൻസ് എക്സാമിന് പോയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് കേട്ട് പറയുന്നതിനെക്കാട്ട് നല്ലത് അതായിരിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാമെന്ന് വിചാരിച്ചത്. ഞാനൊരു വ്യാഴാഴ്ചയാണ് എക്സാം, തിങ്കളാഴ്ചയാണ് എക്സാം ബുക്ക് ചെയ്യുന്നത്. വ്യാഴാഴ്ചത്തെ എക്സാമിന് തിങ്കളാഴ്ച എക്സാം ബുക്ക് ചെയ്ത് ഞാനൊന്നും പ്ലാൻഡ് ഒന്നും അല്ല. ഞാൻ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ചുമ്മാ പോയി എക്സാം എഴുതി അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകാമല്ലോ എന്നുള്ളൊരു ചിന്തയോടെ മാത്രമാണ് പോയത്. അല്ല ഞാൻ ഒന്ന് പ്രാക്ടീസോ പഠിച്ചോ ഇതിനു വേണ്ടി ടെസ്റ്റിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നമുക്ക് ഇത് ഇത്ര നാളും പഠിപ്പിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ അങ്ങനെ ഫുൾ മോക്ക് ടെസ്റ്റ് ഒരെണ്ണം പോലും ഞാൻ ചെയ്തില്ല. അതിന്റെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ഒക്കെ പോയതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് എക്സാം ഹാളിൽ നമ്മൾ നേരിടുമല്ലോ, നമ്മുടെ ആ ഒരു പ്രാക്ടീസിന്റെ കുറവ്. ഓക്കെ, എനിവേ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 7 ശേഷം ഭയങ്കര പ്രയാസമാക്കുന്നു, ഇനി മുതൽ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെയുള്ള ഇങ്ങനെ അങ്ങ് വാർത്തകളൊക്കെ പരക്കുമല്ലേ. എന്താണ് ഇതിന്റെ അകത്ത് പ്രയാസമായിട്ടുള്ളത്? ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പറയാം, സാർ പഠിപ്പിക്കുന്ന ആളല്ലേ, സാറിന് എക്സ്പീരിയൻസ് ഇല്ലേ, ഇത് സാറിന് എളുപ്പമായിട്ട് വരുന്നതിൽ എന്താണ് അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് അതിന്റെ ആ വ്യത്യാസം അറിയാം. ഒരു പ്രയാസവും ഇതിൻ്റെ അകത്ത് വന്നിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് കാര്യം തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിലേക്ക് കയറുന്നു, കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ. എവിടെ? ട്രിവാൻഡ്രത്ത് കമ്പ്യൂട്ടറിന് ഫ്രണ്ടിൽ ഇരിക്കുന്നു. നമ്മൾ മൈക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ആ മൈക്ക് ചെക്ക് ചെയ്യുന്ന ആ രീതിക്കൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതൊന്നും വലിയ പ്രസക്തമായ കാര്യമല്ല, എങ്കിലും മൈക്ക് ചെക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എനിക്കൊന്ന് കമ്പ്യൂട്ടറെ കാണിക്കുന്ന ആ രീതിക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എനിവേ മൈക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കാര്യത്തിലൂടെ ആദ്യം ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യത്തിലോട്ട് കിടക്കുന്നു. എവിടെ? റീഡ് അലൗഡ് ആണ് ആദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. റീഡ് അലൗഡിലൊന്നും എനിക്ക് കാര്യമായി യാതൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. 6 or 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്.
ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. അപ്പൊ ഈ 6 ക്വസ്റ്റ്യൻസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ കുട്ടികൾക്ക് അതായത് കൺഫ്യൂഷൻ ആയി പോകുമോ, അല്ലെങ്കിൽ അവർക്ക് അല്പം പ്രയാസമായി പോകുമോ എന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈലിംഗ്വൽ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെ ടിറനി എന്ന് പറയുന്ന ഒരു വാക്ക്, അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉച്ചാരണ പിശക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്കുകളാണല്ലോ. അപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അതൊക്കെ പ്രൊനൗൺസിയേഷൻ ഉച്ചാരണ പിശക് ഉണ്ടാക്കാം. ഞാൻ ഒരു വാക്ക് പോലും വായിക്കാതെ വിട്ടില്ല കേട്ടോ, ഒരു വാക്ക് പോലും ഞാൻ വായിക്കാതെ വിട്ടില്ല. എല്ലാം ഒരേപോലെ തന്നെ വായിച്ച് തന്നെയാണ് വിട്ടത്. ഈ വൺ ലൈൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ ഒരു സെന്റൻസ് മാത്രം വായിച്ചു വിടുന്ന അങ്ങനത്തെ പരിപാടി അതൊന്നും ഞാൻ ഫോളോ ചെയ്തില്ല. അതൊന്നും ഞാൻ പണ്ടും ഫോളോ ചെയ്തില്ല. ഞാൻ മൊത്തം വായിച്ചങ്ങ് വിട്ടു. റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുക എന്നുള്ളതുള്ള അതിൻ്റെ അകത്ത് പ്രയാസമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. ഞാനത് വായിച്ചു വിട്ടു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് സെന്റൻസ് ആണ്. അത് ഒരു 7-8 ക്വസ്റ്റ്യൻ ഉണ്ട്. 10ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു 7-8 ക്വസ്റ്റ്യനോളം അതിൻ്റെ അകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, അത് നേരത്തെ പിള്ളേർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ, അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. റിപ്പീറ്റ് സെന്റൻസിന് മുമ്പ് ഒരു ബീപ്പ് സൗണ്ട് ഉണ്ട്, ഭയങ്കര ശബ്ദത്തിലാണ് കേട്ടോ ആ ബീപ്പ് സൗണ്ട്. അത് അത് എനിക്കിന്ന് കംപ്ലൈന്റ് ആയിട്ട് അവരോട് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഈ അടുത്ത ആഴ്ച പിയേഴ്സൻകാരുടെ ഒരു ട്രെയിനിങ് ഉണ്ട് സത്യത്തിൽ ഞങ്ങൾക്ക്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം നല്ല ശബ്ദത്തിലാണ് റിപ്പീറ്റ് സെന്റൻസ് പറയുന്നതിന് മുമ്പുള്ള ബീപ്പ് സൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ചെവിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ആദ്യത്തെ അത് ചെയ്തപ്പോ ഇപ്പൊ ഈ നമുക്ക് ഓൾറെഡി ഇങ്ങനെ പിള്ളേർ പറഞ്ഞൊരു അറിവുണ്ട്, ഈ ബീപ്പ് സൗണ്ടിന് ഇത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ, അതായത് ജൂലൈ മാസം മുതല്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, എങ്കിലും ഇത്രയൊക്കെ പ്രതീക്ഷയില്ല. പക്ഷെ എനിക്കത് ശബ്ദത്തിൽ അതിന്റെ ചെവിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അടുത്ത റിപ്പീറ്റ് സെന്റൻസ് നോക്കുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ചെറുതായിട്ട് ഇരുന്ന് അകത്തി പിടിച്ച് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ചെറിയ ശബ്ദം കൂടുതലൊന്നും അല്ല തോന്നി. എല്ലാവർക്കും അങ്ങനൊന്നും ഇല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത്ര ഭീകരം എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം ശബ്ദം കൂടുതലുണ്ട്. ഇനി റിപ്പീറ്റ് സെന്റൻസ് ഒന്നും കുഴപ്പമില്ല, ആസ് യൂഷ്വൽ പോലെയൊക്കെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു ഫ്ലുവൻസിയിൽ ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് സെന്റൻസ് പറയാൻ ചിലതൊക്കെ ഒന്നും ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഒരു പക്ഷെ അതായിരിക്കാം എൻ്റെ ഈ ലിസണിങ്ങിന്റെ ഒക്കെ ചെറിയ മാർക്കിനെ ബാധിച്ചെന്നൊരു ചിന്ത എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങനെ മുഴുവനും അങ്ങ് കട്ടയ്ക്ക് അങ്ങ് പറയാനൊന്നും നിന്നില്ല. പിന്നെ എനിക്ക് പറ്റിയ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാലേ, ഞാൻ ഈ എക്സാമിന് പോയത് എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ പോകുന്ന പോലെ അല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയും, ഇപ്പൊ റീഡ് അലൗഡിന്റെ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. അതായത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ഇതിന്റെ അകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റിപ്പീറ്റ് സെന്റൻസിന്റെ അകത്ത് എത്ര വാക്കിന്റെ ചോദ്യമാണ് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാനിങ്ങനെ വാക്കുകളൊക്കെ എണ്ണുന്ന ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എനിക്ക് പോയി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ഇച്ചിരി പോകുമല്ലോ. മനസ്സിലായി എത്ര വാക്കാ ഇത് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ഇച്ചിരി പോകും. അപ്പൊ അങ്ങനെ ചെറിയ അശ്രദ്ധകളും പോരായ്മകളൊക്കെ എനിക്ക് പറ്റി. ബട്ട് ദാറ്റ്സ് ഓക്കെ, ആസ് യൂഷ്വൽ അത് പറഞ്ഞു വിട്ടു. പിന്നെ പിന്നെ അടുത്ത എന്തായിരുന്നു, പിന്നെ ഡിസ്ക്രൈബ് ഇമേജ് ആണ്. ഡിസ്ക്രൈബ് ഇമേജിന്റെ കാര്യത്തിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രൈബ് ഇമേജിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പണി പോലെ എനിക്ക് തോന്നിയത്, ഈ 3-4 ക്വസ്റ്റ്യനിൽ 3 എന്താണ് പറയുന്നത്, അതായത് ജസ്റ്റ് പിക്ചർ ആയിരുന്നു. അതായത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്നും അല്ലായിരുന്നു. അതായത് ബാർ ഗ്രാഫോ ലൈൻ ചാർട്ടോ പൈ ചാർട്ടോ ഒന്നും അല്ലായിരുന്നു, പിക്ചർ ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഒരു ഇമേജ്. അപ്പൊ അത് വരുമ്പോ സ്റ്റുഡൻസിന് അല്പം അത് പാനിക്കായി പോകുമോ, അല്ലെങ്കിൽ അവരത് എത്രത്തോളം നല്ലവണ്ണം പറയും എന്നൊരു ചിന്തയൊക്കെ എനിക്ക് തോന്നി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കൊരു അറിയാമല്ലോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായതുകൊണ്ടും അത്യാവശ്യം മര്യാദയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. അത് ഇമേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇമേജിന്റെ അകത്ത് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. ഒരു ഗാർഡനിൽ ഒരാള് ഇങ്ങനെ ആപ്പിള് എടുക്കുന്നു, അത് കൊട്ടയിലാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഇമേജുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇമേജുകൾ ചോദിച്ചു. പിന്നെ ഒരു ഇമേജ് എന്റെ ഓർമ്മയില് എനിക്ക് എന്തോ ഒരു ലാബിലോ മറ്റോ കണ്ടാണ് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, ഏതാണ്ട് പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തുന്ന പോലെയൊക്കെയുള്ള സംഭവം. അപ്പൊ അങ്ങനെ ഇമേജുകൾ, ജസ്റ്റ് ഇമേജുകൾ, അതപ്പോ അത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കേട്ടോ, ഇതൊരു സ്റ്റുഡന്റിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവനത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്ത പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ലാതെ നമ്മൾ മനസ്സിൽ പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ നമുക്കും. അതായത് ഒരു സാധാരണ ഒരു പിക്ചർ ചോദിച്ചാൽ എങ്ങനെയാണ്, ഗ്രാഫ് റെപ്രസെന്റേഷൻ ചോദിച്ചാൽ എങ്ങനെയാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടല്ലോ. അതിനനുസരിച്ച് എന്നെ ഫ്ലുവൻസി ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിന്റെ വലിയ കാര്യങ്ങളിലോട്ട് പോയില്ല. എങ്കിലും കണ്ടന്റ് ഒക്കെ പറഞ്ഞു, കണ്ടന്റ് ഒക്കെ കൂടുതൽ പറയാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, ഗ്രാഫ് റെപ്രസെന്റേഷൻ, എനിക്കിത് ബാർ ചാർട്ടോ മറ്റോ ആയിരുന്നു തോന്നുന്നു, അതും കുഴപ്പമില്ലാതൊക്കെ പറയാം. അത് പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വായിൽ സ്ഥിരമായിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പൊ അതങ്ങനെ പറഞ്ഞു. പിന്നെ പിന്നെന്താണ് റീറ്റൽ ലെക്ചറിന്റെ എന്ന് പറയുമ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ, റീറ്റൽ ലെക്ചറിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. ഈ റീറ്റൽ ലെക്ചറിന്റെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ടെംപ്ലേറ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും
അത്യാവശ്യം ഒരു ചെറിയ ടെംപ്ലേറ്റിന്റെ രീതിയൊക്കെ തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷെ കണ്ടന്റിന് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തു കേട്ടോ. കണ്ടന്റിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തായിരുന്നു. ടെംപ്ലേറ്റ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചപ്പോ ഹി ടോക്ഡ് അബൌട്ട്, ദ ലെക്ചറർ ടോക്ഡ് അബൌട്ട്. പിന്നെ ഞാൻ ടോക്ഡ് അബൌട്ട് പറയത്തില്ല, പിന്നെ വേറെ എന്തെങ്കിലായിരിക്കും മെൻഷൻഡ് അബൌട്ട് ഒന്നോ എലാബറേറ്റ് ഒന്നോ അങ്ങനെ പറഞ്ഞ് അതായത് ടെംപ്ലേറ്റ് ആണെന്ന് തോന്നാത്ത രീതിയിൽ. ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്ലാഗ് ചെയ്യരുത്. AI ഇവൻ കാണാപ്പാടം പറയുകയാണ് ടെംപ്ലേറ്റ് ആണെന്ന് AIക്ക് തോന്നരുത്. അപ്പോ അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ടെംപ്ലേറ്റിന്റെ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരേ വാക്ക് ആവർത്തിക്കാതിരിക്കാൻ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ റീറ്റെയിൽ ലെക്ചറിനകത്ത് അത്യാവശ്യം നോട്ടുകളൊക്കെ എഴുതി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. നോട്ടുകളൊക്കെ എഴുതി കണ്ടന്റ് ഫോക്കസ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഞാൻ വൃത്തിക്ക് അതിൻ്റെ അകത്ത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ അതൊരു 5-6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചിലതൊക്കെ പറഞ്ഞു. മിക്കതും എനിക്കൊന്ന് ആൻസർ ചെയ്തു. മിക്കതും അത് ആൻസർ ചെയ്തു. ഏതോ ഒരെണ്ണം എങ്ങാണ്ട് കിട്ടാതെ പോയോ എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി, ഐ തിങ്ക് സോ, ഐ ഡോണ്ട് റിമെമ്പർ. അതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എങ്കിലും അപ്പൊ അതങ്ങനെ പോയി. പിന്നെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഓഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നോട്ടുകൾ എഴുതിയെടുത്തു കേട്ടോ. ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ എനിക്ക് ഒന്ന് കളി കിടക്കുന്ന മൊത്തം ഈ നോട്ട്സ് എഴുതിയിടുക എന്നുള്ളതിലാണ് കാര്യമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്യാവശ്യം പോയിന്റുകൾ സ്പീക്കർ 1 എന്ത് പറയണം, സ്പീക്കർ 2, സ്പീക്കർ 3, പിന്നെ വെദർ സ്പീക്കർ 2 എഗ്രീഡ് വിത്ത് സ്പീക്കർ 1, സ്പീക്കർ 3 എഗ്രീഡ് വിത്ത് സ്പീക്കർ 1 and 2. മനസ്സിലായി? ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് വലിയ അങ്ങനെ പേടിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ. നിങ്ങളങ്ങ് ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്ഡേറ്റ് ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കണ്ട. മനസ്സിലായോ? നിങ്ങൾ നോർമൽ ആയിട്ട് സാധാരണ രീതിയിൽ സ്പീക്കർ 1 ഇത് പറഞ്ഞു, സ്പീക്കർ 2 ഇത് പറഞ്ഞു, സ്പീക്കർ 3 ഇങ്ങനെ പറഞ്ഞു എന്ന ആ ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോയാലും മതി. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇതിന്റെ അകത്ത് അങ്ങനെ പേടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് സ്പീക്കർ 2 സ്പീക്കർ 1 ഇങ്ങനെ പറഞ്ഞു, അന്നേരം സ്പീക്കർ 3 ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. ആദ്യം സ്പീക്കർ 1 പറയണം, പിന്നെ സ്പീക്കർ 2, പിന്നെ സ്പീക്കർ 3, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സ്പീക്കർ 2 എന്ത് പറഞ്ഞു, അന്നേരം സ്പീക്കർ 1 എങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ 2 മിനിറ്റ് ആണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പറഞ്ഞത്. ഞാൻ 2 മിനിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു 1.5 മിനിറ്റ്. 1.5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.25, എന്തായാലും 1 മിനിറ്റിന് മേളിൽ. അതായിരുന്നു എന്റെ ഫോക്കസ് കേട്ടോ. അല്ലാതെ 2 മിനിറ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു 1 മിനിറ്റ് 1.5 മാക്സിമം, അത്രയും 1 മിനിറ്റിന് മേളിൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. 1.25 മിനിറ്റ് ആ ഒരു റേഞ്ച് ഒക്കെ മതി. അല്ലാതെ 2 മിനിറ്റ് ഒന്നും പറയണമെന്ന് അങ്ങനൊന്നും നിർബന്ധമൊന്നുമില്ല. അത്രയും പറയാൻ പോയി കഴിഞ്ഞാൽ കുളമായി പോകുന്നതായിരിക്കും തോന്നുന്നത്. ഒരുപാട് അങ്ങ് പറഞ്ഞാലും പ്രശ്നമാണ്. ഒരു 1.5 മിനിറ്റ് 1.25 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ മതി, 1 മിനിറ്റിന് മുകളിൽ. ഓക്കെ. അപ്പോൾ പിന്നെ ഒരുപാട് നോട്ടുകൾ ഞാൻ എഴുതിയെടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരുപാട് നോട്ടുകൾ ഞാൻ കാര്യമായിട്ട് എഴുതിയെടുത്തായിരുന്നു. അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് ഞാനൊന്ന് ശ്രദ്ധിച്ച കാര്യം. പക്ഷേ ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേടിക്കുന്നവയൊന്നും ഇല്ലെന്നേ. ഓരോരുത്തർ ഇങ്ങനെ കയറി ആവശ്യമില്ലാത്തൊക്കെ ഈ പിള്ളേരെ പാനിക്കാവുന്ന പല കാര്യങ്ങളും പലരും പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും പേടിക്കാനൊന്നും ഇല്ല. ചുമ്മാ വെറുതെ പിള്ളേരെ പേടിപ്പിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു കാര്യമില്ല. ഒരു ക്വസ്റ്റിനോട് അവരെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്താണ്, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ അങ്ങനെ വലിയ പ്രയാസമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. 1-2 ക്വസ്റ്റ്യൻ ആണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ചോദിച്ചത്. പിന്നെ അതെന്തോ കോളേജിന്റെ എന്തോ അസൈൻമെന്റോ പ്രൊജക്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ലെക്ചറോട് സംസാരിക്കണം. അപ്പോ എന്തോ ഹാൾ വഴി വെച്ച് ഏതാണ്ട് ലെക്ചറൊക്കെ ഉണ്ടോ, അപ്പൊ ലെക്ചറോട് എന്ത് പറയും. പിന്നെ എന്തോ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ താമസിക്കണം, അപ്പൊ നിങ്ങളുടെ റൂംമേറ്റിനോട് എന്തോ പറയുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. അതെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷന് ഞാൻ അത്യാവശ്യം ഈ ഒരു ടെംപ്ലേറ്റ് പോലുള്ള ഒരു ഫോർമാറ്റ് ഒക്കെ തന്നെ ഉപയോഗിച്ചു കേട്ടോ. കണ്ടന്റിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തു. ഞാൻ ഈ ടെംപ്ലേറ്റ് എന്നുള്ള വാക്ക് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ഈ കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ അങ്ങനെ അതൊരു സംഭവമല്ല. കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം, അതാണ് ഞാൻ ഈ ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു ഫോർമാറ്റ് തന്നെ 2 എണ്ണവും പറഞ്ഞത്. അതായത് എനിക്ക് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ, നമ്മൾ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. PT കോറിന് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് സംഭവം. അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അല്ല അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഒരു മാറ്റം ഞാൻ വരുത്തില്ല. ആ സെയിം പാറ്റേൺ തന്നെ ഉപയോഗിച്ചു. അത് വിജയിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ നമ്മുടെ സ്കോർ. അതിനകത്ത് എന്തുവാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ. അപ്പൊ അത് 2 ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. എനിക്ക് അതൊന്നും വലിയ പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അതായത് ഈ നേരത്തെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ വിൽക്കുകയും പതറുകയും ഒന്നും ചെയ്യരുത്. നിങ്ങൾ പോസസ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്,
വരരുത്, നിങ്ങൾ ഫില്ലേഴ്സ് ഒന്നും ഉപയോഗിക്കരുതെന്നാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഈ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്തും സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ അകത്തൊക്കെ എനിക്ക് അല്പം വിക്കലും പതർച്ചയും ഇച്ചിരി പോസസും ഇച്ചിരി ഹെസിറ്റേഷൻസും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല, എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഈ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ടാണ്. അതായത് ഞാൻ ഒരു ഫുൾ ടെസ്റ്റ് എങ്കിലും എടുക്കണമായിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പേ. എടോ, അത് ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ. ഞാൻ ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ഒരെണ്ണം എങ്കിലും എടുത്താൽ മതി. സ്റ്റുഡൻസ് അങ്ങനെ ഇപ്പൊ ഒരെണ്ണം എടുത്തിട്ട് പോകാൻ അങ്ങനെ ഇരിക്കലോ കേട്ടോ. നിങ്ങൾ മാക്സിമം ടെസ്റ്റുകൾ എത്രയും ചെയ്യാമോ അത്രയും ചെയ്യണം, എത്രയും പ്രാക്ടീസ് ചെയ്യുമോ അത്രയും പ്രാക്ടീസ് ചെയ്യുക, എത്ര റിവ്യൂ മേടിക്കുക അത്രയും റിവ്യൂ മേടിക്കുക, നിങ്ങൾ ട്രെയിനറോട് സംസാരിക്കുക, ടെസ്റ്റുകളുടെ റിവ്യൂ മേടിക്കുക, അങ്ങനെ എത്രയും ചെയ്യാമോ അത്രയും ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ കാര്യം അങ്ങ് പറയുകയാണ്, അത് നിങ്ങൾക്കൊരു ഉദാഹരണമല്ല. അപ്പോൾ ഞാനൊരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ചെയ്തില്ല. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസിന്റെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ ഇച്ചിരി ഒന്ന് പതറിയിട്ടുണ്ട്, ചില ഹെസിറ്റേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് സ്കോർ കിട്ടി. കാരണം അത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, അതായത് നമ്മുടെ ഈ സ്കോർ കാർഡിന്റെ അവർ നമുക്ക് PDF തന്നായിരുന്നല്ലോ, അതായത് സ്കോർ കാർഡ് അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഇനി മുതൽ ഈ ഹെസിറ്റേഷൻസും പോസസും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതും നമ്മൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നത് ഇനിയും എററായിട്ട് കൂട്ടത്തില്ല, അതൊക്കെ ഇനി ഇഗ്നോർ ചെയ്യും, ഇതൊന്നും മാർക്കിനെ ഇനിയും ബാധിക്കത്തില്ലെന്ന് അവർ ഒഫീഷ്യൽ ആ അപ്ഡേറ്റഡ് ആ PDF-ന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ എനിക്കത് അത്ര വിശ്വാസം തോന്നിയില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല്, എടാ PT-യുടെ ഒരു കോർ ഒരു പരിപാടി എന്ന് പറയാം, അല്ലെങ്കിൽ PT-യുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിക്കലും പതർച്ചയും ഇല്ലാതെ ഫ്ലുവന്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. അവർ അതിൻ്റെ അകത്ത് മാറ്റം വരുത്തുമെന്ന് എനിക്ക് അത് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരോടൊക്കെ പറയാനും, നിങ്ങൾ അങ്ങനെ വിൽക്കാനും പതറാനും ഒന്നും നിൽക്കണ്ട, നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് തന്നെ പറഞ്ഞോണം എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് അല്പം വിക്കലും പതർച്ചയും ഉണ്ടായി. ഉണ്ടായിട്ട് എനിക്ക് സ്കോർ കിട്ടി. അപ്പൊ അവരാ പറയുന്നത് ശരിയാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെ അത് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു ട്രെയിനിങ് ഉണ്ട്, PT-യുടെ പിയേഴ്സൺ ഒഫീഷ്യൽ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ ഇതൊരു സംശയമായിട്ട് ഒന്ന് ചോദിക്കാനിരിക്കുകയാണ്, ഈ ഹെസിറ്റേഷന്റെ കാര്യമൊക്കെ. ഞാൻ അതൊന്നുകൂടെ വേണേ ക്ലാരിഫൈ ആയിട്ട് വേണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ എന്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എനിക്കിപ്പോ ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും, ഇത് എന്താ അവര് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു അതായത് ഈ ഹെസിറ്റേഷൻ വിക്കലും പതർച്ചയും അവരിനി മാർക്ക് പോകുന്ന ഒരു കാര്യമായിട്ട് അവരിനി കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് നാളെ തൊട്ട് ഇനിയിപ്പോ വിക്കിയാലും കുഴപ്പമില്ല, പതറിയാലും കുഴപ്പമില്ല, ഹെസിറ്റേഷൻസ് വന്നാലും കുഴപ്പമില്ല, നാളെ തൊട്ട് അങ്ങ് എന്ന് പറഞ്ഞ് അങ്ങ് വിക്കി അങ്ങ് പതറി അങ്ങ് പോണമെന്നല്ല ഞാൻ പറഞ്ഞത്. കഴിവതും അത് കുറയ്ക്കുക. പക്ഷെ എനിക്ക് അവിടെ ഇവിടെ ഒന്ന് രണ്ടിടത്തൊക്കെ എനിക്ക് വന്നിരുന്നു അങ്ങനെ ചെറിയ പതർച്ചകളും ഒക്കെ. കൂടുതലായിട്ടല്ല, ഞാൻ എന്റെ ഫ്ലുവൻസി ഫോക്കസ് ചെയ്ത് തന്നെ പറഞ്ഞത്. എങ്കിലും സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒക്കെ വന്നപ്പോൾ അല്പം ഇച്ചിരി ഒന്ന് ഇവിടൊക്കെയോ ചില ഇടർച്ചകൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിസ്ക്രൈബ് ഇമേജ്, ഞാൻ പറഞ്ഞു ഡിസ്ക്രൈബ് ഇമേജ് മൊത്തം ഈ പിക്ചർ ആയിരുന്നു, ഒരെണ്ണ ഗ്രാഫ് റെപ്രസെന്റേഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കാൻ നമുക്കൊരു ചെറിയ സമയത്തിന്റെ ഒരു ഗ്യാപ്പ് എടുക്കുമല്ലോ. അപ്പൊ അവിടെയും ഇച്ചിരി ഒന്ന് പതറിയെന്ന് എനിക്ക് തോന്നി. റീറ്റെൽ ലെക്ചറിനൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നെന്ന് തോന്നുന്നില്ല. റെസ്പോണ്ടീവ് സിറ്റുവേഷന് കുഴപ്പമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി നമ്മുടെ സംഭവം ഉണ്ട്, പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന് രണ്ടെണ്ണത്തിനും തോന്നി, എന്നിട്ടും നമുക്ക് മാർക്ക് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം അവരത് മാർക്ക് പോകുന്ന ഒരു കാര്യമായിട്ട് ഈ ഹെസിറ്റേഷനെയും അല്ലെങ്കിൽ പോസസിനെ, ലോങ് പോസസിനെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ചെറിയ പോസസൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ആധികാരികമായിട്ട് തന്നെ നിങ്ങളോട് പറയാം. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ അവർ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, കാരണം അവരത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവർ ഒഫീഷ്യലി തന്ന PDF-ന്റെ അകത്ത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ആ PDF-ന്റെ അകത്ത് അവർ ഒഫീഷ്യലി പറയുന്നുണ്ട്, ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് എറർ. അത് എററായിട്ട് ഇനി കാണത്തില്ലെന്ന്, വിക്കലും പതർച്ചയും ഹെസിറ്റേഷൻ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് അവർ ശരിക്കും ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പോട്ടെ. അപ്പം ഇനി അടുത്ത എന്താണ്, അടുത്ത സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും പിന്നെ എസ്സേയും, നമ്മുടെ റൈറ്റിങ്ങിന്റെ കാര്യം. അപ്പൊ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ സാധാരണ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, അതായത് അത് സ്റ്റുഡൻസ് അങ്ങനെ അധികം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു കോംപ്ലക്സ് അനൻസിലായിരിക്കും സമ്മറൈസ് ചെയ്യുന്നത്. കോംപ്ലക്സ് അനൻസിൽ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അത്. അതായത് ഒരു സിൻസ് അല്ലെങ്കിൽ ഒരു വൈൽ അല്ലെങ്കിൽ ഒരു ഓൾദോ ഇട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് കണക്ടേഴ്സ് ഇട്ട് കോമ ആൻഡ് അല്ലെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അല്ലെങ്കിൽ മോർ ഓവർ അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സെമി കോളൻ ഒക്കെ ഇട്ട് നമുക്ക് കണക്ട് ചെയ്യാറില്ല. ഞാൻ സെമി കോളൻ ഇട്ട് അങ്ങനെ ഒന്നും അധികം ചെയ്യാറില്ല. ഞാൻ ഈ കോംപ്ലക്സ് അനൻസ് ഉപയോഗിച്ചു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന്റെ ഞാൻ അങ്ങനെയാ ചെയ്തത്. അപ്പൊ അത് എഫക്റ്റീവ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഏതെങ്കിലുമൊക്കെ റാൻഡം സെന്റൻസ് എടുത്ത്
അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ അങ്ങനല്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചതിനെ നോക്കി കേട്ടോ. ഞാനത് വായിച്ച് നോക്കിയിട്ട് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ പാസേജിന്റെ അകത്ത് തന്നെയുള്ള സെൻറ്റൻസുകളാണ് എടുത്തത്. ഓക്കെ, അല്ല ഞാൻ റീഫ്രൈസ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതും നിങ്ങൾ ഓർത്തോണേ. ഞാൻ റീഫ്രൈസ്, അതായത് ആ പാസേജിലുള്ള സെന്റൻസുകളെ വേറെ വാക്കുകളാക്കി റീഫ്രൈസ് ഒന്നും ഞാൻ ചെയ്തില്ല. അതേ വാചകം തന്നെയാണ് എഴുതിയത്. പക്ഷെ ഞാനത് നല്ലോണം കണക്ട് ചെയ്ത് കോംപ്ലക്സ് സെൻറ്റൻസിലാക്കിയിട്ട് വൈൽ, ഓൾദോ, ഈവൻ അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ 2 ക്വസ്റ്റിനെ മറ്റായിരുന്നു. ആ 2 ഞാൻ അങ്ങനെ കോംപ്ലക്സ് സെൻറ്റൻസ് അല്ല ചെയ്തത്. ആ കോംപ്ലക്സ് സെൻറ്റൻസ് ഇച്ചിരി എഫക്റ്റീവാ. അതാകുമ്പോൾ മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. മനസ്സിലായി? മറ്റേതുപോലെ അല്ല. നമ്മളൊരു കോംപ്ലക്സ് സെൻറ്റൻസിൽ എഴുതി കഴിയുമ്പോൾ അത് അറിയാവുന്നവര് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ ട്രെയിനേഴ്സ് പഠിപ്പിക്കുന്നതിനനുസരിച്ച് ചെയ്യാവും. ഈ കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ എഴുതുമ്പോൾ മെജോറിറ്റി പിള്ളേരൊക്കെ തെറ്റിക്കാറുണ്ട്. ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. അതിന് വലിയ സംഭവമൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. പറഞ്ഞു തന്നാൽ വളരെ എളുപ്പമാണ്. പക്ഷേ മിക്കവാറും പിള്ളേരൊക്കെ തെറ്റിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ അറിയാമെങ്കിൽ ആ പണി ഉപയോഗിക്കാവും. ഞാൻ എൻ്റെ കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. കോംപ്ലക്സ് സെൻറ്റൻസ് ഉപയോഗിച്ച് സമ്മറൈസ് ചെയ്യാൻ ചെയ്യുന്നത് അല്പം കൂടെ എഫക്റ്റീവ് ആണ്. അത് അല്പം കൂടെ നന്നായിരിക്കും. ഞാനത് എൻ്റെ ട്രെയിനേഴ്സിനോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുക. പക്ഷേ സ്റ്റുഡന്റിന്റെ ലെവലിനനുസരിച്ച് അത് പറഞ്ഞു കൊടുക്കാവും. എല്ലാ സ്റ്റുഡൻസിനും അതിന്റെ ഗ്രാമാറ്റിക്കൽ വിശദീകരണങ്ങളൊന്നും മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പം അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുക. എന്തായാലും അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ സമ്മറൈസ് റിട്ടൺ ടെസ്റ്റിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എസ് എ ആണ്. എസ് എന്ന് പറയുമ്പോൾ ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ടെംപ്ലേറ്റ് ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് ചോദിച്ച ചോദ്യം എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. എനിക്ക് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പ്രോബ്ലം സൊല്യൂഷൻ ആയിരുന്നു. പ്രോബ്ലം സൊല്യൂഷൻ ആണ് എനിക്ക് ചോദിച്ച ചോദ്യം. അപ്പൊ പ്രോബ്ലം സൊല്യൂഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ എഗ്രി ഡിസഗ്രി ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് ഒക്കെ തന്നെ ഉപയോഗിക്കാമെങ്കിലും ആ ക്വസ്റ്റ്യൻ പാറ്റേണിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ആദ്യമായിട്ടൊരു സ്റ്റുഡന്റ് ഇത് കാണുകയാണെങ്കിൽ ചിലപ്പം ആ സ്റ്റുഡന്റ് ചിലപ്പോൾ ഒന്ന് പാനിക് ആയിരിക്കാം. കാരണം എഗ്രി ഡിസഗ്രിയുടെ ചോദ്യം അല്ല. ഓക്കെ, പ്രോബ്ലം സൊല്യൂഷന്റെ ആണ് ചോദ്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട്, പിന്നെ എസ് എ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഞാൻ വർഷങ്ങളായിട്ട് പണ്ടൊക്കെ IELTS ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എസ് എ ഒക്കെ നമ്മുടെ ഒരു കുത്തകയായിട്ട് തന്നെ നമ്മൾ വെച്ചോണ്ടിരുന്ന സംഭവം. എസ് എ എവിടുന്ന് എന്തോ ചോദിച്ചാലും നമുക്കറിയാം അതിന്റെ പാറ്റേൺ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എസ് എ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ടെംപ്ലേറ്റിന്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, ടെംപ്ലേറ്റ് ഉപയോഗിച്ചാണോ ചെയ്തെന്ന് ചോദിച്ചാൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഈ പ്രോബ്ലം സൊല്യൂഷന്റെ ടോപ്പിക്കിനനുസരിച്ച് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ അല്പം കോംപ്ലക്സ് സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചു. സിൻസ്, വൈൽ, ഓൾദോ, അങ്ങനെയൊക്കെ ഞാൻ കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഉപയോഗിച്ചു. പിന്നെ എക്സാമ്പിൾ, എക്സ്പ്ലനേഷൻ, അങ്ങനെ നല്ല രീതിയിലാണ്. പിന്നെ ഈ പ്രോബ്ലം സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം വൺ ഓഫ് ദ മേജർ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്, അപ്പം അങ്ങനെ ചില വൊക്കാബുലറി ഞാൻ കൊണ്ടുവന്നു. വൺ ഫ്രൂട്ട്ഫുൾ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം, ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു നടപടി എന്താണെന്ന് വെച്ചാൽ, മനസ്സിലായി? അപ്പൊ അതൊരു പ്രോബ്ലം സൊല്യൂഷന്റെ ഒരു വൊക്കാബുലറിയാണ്. വൺ ഫ്രൂട്ട്ഫുൾ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആൻ എഫക്റ്റീവ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഈസ്. അപ്പൊ എഫക്റ്റീവ് സൊല്യൂഷൻ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ്റെതായിട്ടുള്ള വൊക്കാബുലറിയാണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് മാറ്റം വരുത്തി. ഓക്കെ, അപ്പം ചിലപ്പോൾ ഒരു സാധാരണ സ്റ്റുഡന്റ് ആണ്, ചിലപ്പോൾ അത് എത്രത്തോളം അവന് ആ പ്രോബ്ലം സൊല്യൂഷന്റെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എഗ്രി ഡിസഗ്രി തന്നെ ആയിരിക്കും അവൻ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ടെംപ്ലേറ്റ് ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി. അതാണ് എനിക്ക് പറയാനുള്ളത്. ടെംപ്ലേറ്റ് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചു, പക്ഷെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി. പിന്നെ കണ്ടന്റ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചു. ഏകദേശം ഒരു 270 വാക്കുകളോളം ഉള്ള ഒരു എസ്സെയാണ് ഞാൻ എഴുതിയത്. കണ്ടന്റ് അതിൻ്റെ അകത്ത് കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ടെംപ്ലേറ്റ് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ടെംപ്ലേറ്റ് അയച്ചു തന്നിട്ട്, സാറേ ഇത് വർക്കാവുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, അത് തന്നെ ഉണ്ട് ഒരു 200 വാക്ക് ടെംപ്ലേറ്റ് തന്നെ. പിന്നെ കണ്ടന്റ് അതിനകത്ത് എവിടെ എഴുതാനാ? കണ്ടന്റ് പിന്നെ എവിടെ എഴുതാനാ? പിന്നെ കണ്ടന്റ് എഴുതാൻ സാധനമല്ല. നമ്മൾ കണ്ടന്റിനാണ് കൂടുതൽ വാക്കുകൾ വേണ്ടത്, ടെംപ്ലേറ്റ് വാക്കുകൾക്കല്ല. ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കൂടുതൽ വാക്കുകളായിട്ട് വരേണ്ടത്. അങ്ങനെയാണല്ലേ മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലേ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. അതൊക്കെ ആസ് യൂഷ്വൽ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എസ്സേ ഒന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ റീഡിങ്ങിന്റെ അകത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞാൽ ടൈം കൺസ്ട്രെയിന്റ് കേട്ടോ. സമയം നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 25-30 മിനിറ്റ് കിട്ടുമെന്നുള്ള ഒരു സങ്കല്പത്തിന് പകരമായിട്ട് ഒരു 20-23 മിനിറ്റ് മാക്സിമം അതാണ് കിട്ടിയത്. ഒരു 15-16 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു 20-23 മിനിറ്റ് ആണ്. അതായത് ഒരു ക്വസ്റ്റിന് 2 മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് അല്ലെ 1.25-1.5 മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടിയുള്ളൂ ചെയ്യാനായിട്ട്. എനിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ അതൊരു തലവേദനയായിട്ട് എനിക്ക് അത് അല്പം, അതായത് സമയത്തിന്റെ ഒരു പ്രശ്നം തോന്നി. അത് സ്റ്റുഡൻസിന് കൂടുതൽ തോന്നാൻ സാധ്യതയുണ്ട്, സമയത്തിന്റെ ഒരു പ്രശ്നം.
അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. റീഡിങ്ങിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയത്തിന്റെ പ്രശ്നം വരാമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് പ്രശ്നമായിട്ട് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വളരെ കാര്യമായിട്ട് തന്നെ തോന്നി. ചെയ്ത ഇങ്ങനെ ഇപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് ഞാൻ പറയാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ ഒരു 6 ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അത് 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ഇങ്ങനെ വീഡിയോയ്ക്കകത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ ആണ് അതിന്റെ അകത്ത് ചോദിച്ചത്. ഞാൻ പക്ഷെ അത് അത്ര ഫോക്കസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാനത് നോക്കി ചെയ്യാൻ ശ്രമിച്ചു, അത് ചെയ്യാതിരുന്നില്ല, ഞാൻ അത് ലീവ് ചെയ്തില്ല, ഞാനത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെ അങ്ങ് മരണപ്രാളത്തോടിരുന്ന് അങ്ങ് മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നും ഞാൻ ചെയ്തില്ല. അത്യാവശ്യം ചെയ്തു. എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു ആൻസർ അല്ലെങ്കിൽ 2 ആൻസർ അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞാനത് അങ്ങ് വിട്ടു. പിന്നെ എനിക്ക് കാര്യമായ വ്യത്യാസം തോന്നി എവിടാന്നറിയോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഡ്രോപ്പ് ഡൗണിലോ അല്ലെ മറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലോ ഒന്നും അല്ല. എനിക്ക് കാര്യമായ ക്വസ്റ്റ്യൻ വ്യത്യാസം തോന്നിയത് റീഓർഡർ പാരഗ്രാഫിലാണ്. റീഓർഡർ പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എനിക്ക് പുതിയതായിട്ട് തോന്നി. അത് സാധാരണ ഒരു സ്റ്റുഡന്റ് കണ്ടാൽ അവൻ അത് ഓർഗനൈസ് ചെയ്യാൻ, സീക്വൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാല് അത് റീഓർഡറിന്റെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറിലും സത്യത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്യാനെന്നൊക്കെ അങ്ങനെയാണ്. ഈ മനസ്സിന്റെ താളം എങ്ങനെയാണ്, അല്ലെ മൈൻഡ് റിലേറ്റഡ്, മൈൻഡ് റൂട്ടിങ്, മൈൻഡ് മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ ടോപ്പിക് സെലൻസ്, ഫസ്റ്റ് സെലൻസ് കണ്ടുപിടിക്കാൻ തന്നെ മെനക്കേടാ അത്. മനസ്സിലായി? പിന്നല്ലേ ബാക്കി സെലൻസുകൾ. ഫസ്റ്റ് സെലൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ചാലേ ബാക്കി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെനിക്ക് ഇച്ചിരി മെനക്കേടായിട്ട് തോന്നി. അതിന്റെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കാര്യമായിട്ട് അവന്മാർ അതിന്റെ അകത്ത് ഇച്ചിരി വ്യത്യാസം വരുത്തി എന്ന് തന്നെ എനിക്ക് തോന്നിയത്. റീഓർഡറിലാണ് എനിക്ക് അങ്ങനെ കാര്യമായ ഒരു വ്യത്യാസം തോന്നിയത്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, MCQ സിംഗിൾ ആൻസർ എന്ന് പറയുന്നത് അത് അവസാന സമയമാണ്. അതായത് റീഡിങ്ങിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞത് അവിടെ എനിക്ക് പറയാൻ സമയമേ കിട്ടിയില്ല എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് സമയം എനിക്ക് ഭയങ്കര, അതായത് സമയം പെട്ടെന്ന് പെട്ടെന്ന് അത് പോയി. ഞാൻ നോക്കിയപ്പോ 2 മിനിറ്റ് കൂടെ ഉണ്ട് ഒരു 4-5 ക്വസ്റ്റ്യനോടെ. എങ്ങനെ 2 മിനിറ്റിലുള്ള 4-5? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും എനിക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒരുമാതിരി അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ച് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് എടുത്തങ്ങ് ഇടുമായിരുന്നു. മനസ്സിലായോ? അത് അപ്പൊ ആ ടൈമിങ്ങിന് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാവർക്കും അത് അത്രയും സാധ്യമാണോന്നില്ല. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിൽ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടേണ്ടി വരാം. അവസാനം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ഒക്കെ ചുമ്മാ ഇങ്ങനെ കണ്ണോടിച്ച് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇടുമായിരുന്നു. നമുക്കൊരു പെട്ടെന്ന് നമുക്ക് അത് ഈ റീഡിംഗ് ഒക്കെ പണ്ടും എനിക്ക് എളുപ്പമാണ്. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും അത് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ചിലർക്ക് റീഡിങ് വലിയ പ്രയാസമാണ്. മനസ്സിലായോ? റീഡിങ്ങും റൈറ്റിങ്ങും എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ എളുപ്പം, എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ടോ. എനിക്ക് സത്യത്തിൽ ബുദ്ധിമുട്ടായിട്ട് വരേണ്ടത് സ്പീക്കിംഗ് ആണ്. പക്ഷെ സ്പീക്കിങ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തീരെ മാർഗം പറയുന്നില്ല. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിലും റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ എനിക്ക് പഠിപ്പിക്കാനാണെങ്കിലും കൂടുതൽ ഇഷ്ടം. കാരണം എനിക്ക് ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. എനിക്കത് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും റീഡിങ്ങിന്റെ ഒക്കെ. അപ്പം അങ്ങനെ ഞാൻ റീഡിങ്ങിന്റെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അപ്പൊ സമയത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് കാര്യമായിട്ട് തോന്നി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാളൂ. നമ്മള് എനിക്ക് അത് പിന്നെ അതും കൂടെ ഒരു കാരണമായിരിക്കും കേട്ടോ. ഞാന് ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ചെയ്തില്ലായിരുന്നല്ലോ. അപ്പം അതിന്റെയും കൂടെ ടൈമിങ്ങിന്റെ എനിക്ക് പ്രശ്നം ഉണ്ടായി കാണാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ റീഓർഡറിന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്തെന്ന് ഞാൻ ആ ക്വസ്റ്റ്യനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? മനസ്സിലായോ? കാരണം എനിക്കിത് നിങ്ങളെ പഠിപ്പിക്കണമല്ലോ. അപ്പൊ മക്കളെ പിള്ളേരെ അല്ലെ ഇങ്ങനെ വരും, അല്ലെ ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവും. അപ്പൊ ഞാൻ അതും നോക്കി കുറച്ചു നേരം ഇരുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എന്റെ കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കാരണമായിരിക്കാം. ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ സമയത്തിന്റെ പ്രശ്നം വരണമെന്നില്ല. എങ്കിലും അങ്ങനെ സമയം ഇത്രേ ഉള്ളൂ. ഒരു 20-23 മിനിറ്റ് ആണ് എനിക്ക് മാക്സിമം കിട്ടിയതായിട്ടാണ് എന്റെ ഓർമ്മ. ഓക്കെ, റീഡിങ്ങിന്റെ കാര്യമാണ്. പിന്നെ ലിസണിങ്ങിനും അതിന് ടൈം കൺസ്ട്രെയിന്റ് ചെറുതായിട്ട് വന്നേക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. എങ്കിലും ചെറിയ ടൈം കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ടൈമിന്റെ ചെറിയ ബുദ്ധിമുട്ട് വന്നേക്കാം. സമറൈസ് സ്പോക്കൺ ടെസ്റ്റ് അതൊരു ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടന്റ് ആണ് ഫോക്കസ് ചെയ്തത്. ടെംപ്ലേറ്റ് ഇല്ലായിരുന്നല്ല, ടെംപ്ലേറ്റിന്റെ ചെറിയൊരു രീതിയിലൊക്കെ തന്നെ ചെയ്തത്. പക്ഷെ ഞാൻ കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തി. റീഫ്രൈസ് ഒന്നും ചെയ്തില്ല. പറഞ്ഞിട്ടുള്ള ഓഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള അതേ വാക്കുകൾ ഉൾപ്പെടുത്തി നല്ല ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ തന്നെയാണ് എഴുതിയത് കേട്ടോ. നല്ല ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ തന്നെയാണ് എഴുതിയത്. ആൻഡ് ദാറ്റ് വാസ് ഫൈൻ. അതൊന്നും എനിക്ക് വലിയ കാര്യം തോന്നിയില്ല. മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സും അത് മാക്സിമം കേട്ടിട്ട് ഞാൻ ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ അകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് സാധാരണ പോലെ തന്നെ, പക്ഷേ ഈ നേരത്തെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു വാക്കിലല്ല നമ്മൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചെയ്യേണ്ടത്. ചിലപ്പോൾ 2 വാക്കൊക്കെ ടൈപ്പ് ചെയ്യണം.
നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ അല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈലി കോമ്പീറ്റന്റ് ഓഫ് അങ്ങനെ ഒരു എന്താന്ന് ഒരു ഇതാന്നിരിക്കട്ടെ. അപ്പൊ നേരത്തെ നമുക്ക് ഹൈലി അവിടെ മാത്രമായിരിക്കും ഗ്യാപ്പ് ഉള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഹൈലി കോമ്പീറ്റന്റ് ആ ആ രണ്ട് വാക്കുകൾ നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോഴത്തേക്ക് അത്രയും സമയം അങ്ങ് പോവാണ്, പറഞ്ഞങ്ങ് പോവുകയും ചെയ്യുന്നു. സ്പീഡ് കൂടിയ ലിസണിങ്ങിന്റെ ആണെങ്കിൽ ചിലപ്പം ചിലർക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം, ചിലപ്പോൾ അല്പം പ്രയാസം തോന്നിയേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമായിട്ട് തോന്നിയില്ല, പക്ഷേ എങ്കിലും സ്റ്റുഡൻസിന് അല്പം ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതായത് ഒരു വാക്കിന് പകരം രണ്ട് വാക്കൊക്കെ ടൈപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞെങ്കിലും കൂടുതലും ഒരു വാക്കിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് ഒരു രണ്ട് വാക്കിന്റെ ഒക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുമ്പോൾ അല്പം സമയം നിങ്ങൾക്ക് എടുത്തേക്കാം. അപ്പൊ അടുത്തത് ശ്രദ്ധിക്കാൻ പറ്റാതെ ചിലപ്പം വന്നേക്കാം. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതാണ് എനിക്ക് മേജർ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ കാര്യത്തിൽ, ലിസണിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ പോയി. പിന്നെ ഹൈലൈറ്റ്, കറക്റ്റ്, സമ്മറി ഒരു രണ്ടെണ്ണം അതൊക്കെ ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതൊന്നും വലിയ പ്രയാസമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, സിംഗിൾ ആൻസർ അതിന്റെ 1-2 ക്വസ്റ്റ്യൻ, പിന്നെ സെലക്ട് മിസ്സിംഗ് വേർഡ് അത് 1-2 ക്വസ്റ്റ്യൻ കണ്ട്. പിന്നെ പോട്ടെ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ഒരു സെക്ഷൻ ആണെന്ന് അറിയാമല്ലോ. അതിന് 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ ഒരെണ്ണമൊക്കെ ഇച്ചിരി സ്പീഡ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആക്സെന്റ് ഒക്കെ ഇച്ചിരി ഒരു എന്തോ ഒരു ആക്സെന്റ്, ഒരു എന്തോ ഒരു റിസർച്ചിനെ കരുതി എന്തൊക്കെയോ പറഞ്ഞ് അവരങ്ങ് വിടുകയായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇച്ചിരി ഒന്ന് സ്പീഡ് കൂടുതലായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിന്റെ കാര്യം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെക്ഷൻ കൂടെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ലാസ്റ്റ് വൺ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എനിക്ക് വലിയ പ്രയാസം തോന്നുന്നില്ല. പക്ഷെ ലാസ്റ്റിലെ ഒരെണ്ണം അതിന്റെ ഒരു ചെറിയ തെറ്റ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു പക്ഷെ അതായിരിക്കാം എന്റെ റൈറ്റിങ്ങിനും ഇച്ചിരി മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ലിസണിങ്ങിനും ഒരു സ്വല്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അതായിരിക്കാം എന്റെ ശ്രദ്ധ അവിടെ ഇച്ചിരി പോയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ലാസ്റ്റിലത്തെ അവിടെ ചെയ്തത് ഞാൻ അത്ര കറക്റ്റ് ആയിട്ടല്ല ചെയ്തത്. പക്ഷെ ഞാൻ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്തില്ല കേട്ടോ. എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്തില്ല. ഞാൻ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. 1-2 വാക്കുകൾ ആഡ് ചെയ്യാമെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ആഡ് ചെയ്തില്ല, ഞാൻ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്തില്ല. എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതെല്ലാം കേട്ടല്ലോ, പിന്നെ അതെന്തിനാ ഞാൻ. അതുപോലെ തന്നെ ഞാൻ എഴുതി വെക്കുവല്ല കേട്ടോ, ഞാൻ അങ്ങ് ടൈപ്പ് ചെയ്യുക പെട്ടെന്ന് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ റൈറ്റ് ഫ്രം പലരും പല രീതിയാണ്. ഞാൻ എൻ്റെ കാര്യം ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ കേൾക്കുമ്പോൾ എഴുതി വെച്ചിട്ട് പിന്നെ ടൈപ്പ് ചെയ്യാണ് പിള്ളേർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങ് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തിട്ട് അപ്പൊ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഞാനത് തിരിച്ചു വന്നിട്ട് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാറ്റും, അല്ലെങ്കിൽ അതൊന്നുകൂടെ ടൈപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. സമയം നോക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സമയം പോയെന്നിരിക്കാം. ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും വന്ന് തെറ്റ് തിരുത്തിയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം പോയെന്നിരിക്കാം. പക്ഷെ എനിക്ക് അതാണ് കംഫർട്ടബിൾ, ഞാൻ അതുകൊണ്ട് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വണ്ണൊക്കെ എന്റെ ഇച്ചിരി പോയിന്റ് തോന്നുന്നു. ഞാൻ മൊത്തത്തിൽ അത്രയും ഒരു എൻജോയ് ചെയ്തൊരു എക്സാം ഒന്നും അല്ല. സ്പീക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ബോറായി, മനസ്സിലായി. എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇതിന്റെ തോന്നിയില്ല. ഇതാണ് ഉമ്മാർ ഇത്ര വലിയ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങ് സത്യത്തിൽ എനിക്ക് ബോറിംഗ് എക്സാം പോലെയൊക്കെ അങ്ങ് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങ് ഞാൻ അത്ര ഉത്സാഹത്തോടൊന്നും ചെയ്തൊരു എക്സാം ഒന്നും അല്ല. എങ്കിലും എനിക്ക് വളരെ വ്യക്തമായൊരു ധാരണയും ഒരു ഐഡിയ ഒക്കെ കിട്ടി. ഞാൻ ആലോചിക്കരുത്, ഇതിൻ്റെ അകത്ത് കാര്യമായ ഒരു വ്യത്യാസം അവർ വരുത്തിയിട്ടില്ല. അങ്ങനെ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സ്കോർ കിട്ടത്തില്ല. അത് തന്നെയല്ല, അങ്ങനെ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കും നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ട് സകല രീതികൾ മാറ്റേണ്ടി വരും. ആലോചിച്ച് അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൈറ്റ് ഫ്രം ഡിക്റ്റേഷനും അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളോ വലിയ അങ്ങനെ പ്രയാസപ്പെടേണ്ടതായിട്ടോ പാനിക് ആവേണ്ടതായിട്ടോ ഒന്നുമില്ല. പിന്നെ പലരും പല വീഡിയോകളൊക്കെ ചെയ്യുന്ന പലരും ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ എന്ത് പറയാൻ, ഞാൻ ഒന്നാമത് ഒരാൾക്കെതിരെയായിട്ട് അങ്ങനെ വീഡിയോകൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല. പിന്നെ ചിലർ പറയുന്നത് 8 ഡിസ്ക്രൈബ് ഇമേജ് ചോദിച്ചു, 3 റീഡ് അലൗഡ് ചോദിച്ചുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഞാൻ എക്സാമിന് പോയതാണ്, ഇതാണ് എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തെറ്റിദ്ധാരണജനകമായിട്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ട് ഇടുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സത്യസന്ധമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. എങ്കിലും മെജോറിറ്റിയും ഈ എക്സാം ഒന്നും എഴുതുകയോ അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ എപ്പോഴും ഈ വീഡിയോ ഇടുന്നവർ, ഇവർക്ക് സത്യം പറഞ്ഞ
വലിയൊരു ശതമാനം ആളുകൾക്ക് ഈ പിയേഴ്സൺകാരുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അതായത് പിയേഴ്സൺ പി ടിയുമായിട്ട് ഒഫീഷ്യലി അവർ യാതൊരു അസോസിയേഷനും ഇല്ല. മനസ്സിലായോ? ഈ പിയേഴ്സൺ പി ടി ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിട്ട് അംഗീകരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം പി ടി സ്റ്റോറീസ്. കേരളത്തിൽ ഞങ്ങൾ മാത്രമൊന്നുമല്ല, വേറെ പല സ്ഥാപനങ്ങൾ അവർ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അസോസിയേറ്റ്സ് ആണ്, ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആണ് പിയേഴ്സൺ പി ടിയുടെ. നമുക്ക് അല്പം കൂടെ ആധികാരികമായിട്ട് ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് മിക്കവാറും എല്ലാ മാസങ്ങളിലും പിയേഴ്സൺകാരുടെ ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ ഈ മാസം ഉണ്ട് ഓഫ്ലൈൻ ആയിട്ട്, അത് കൊച്ചിയിൽ വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസം എനിക്കൊന്ന് ഓൺലൈനാന്ന് തോന്നുന്നു 2-3 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ ഒഫീഷ്യലി എക്സാം ഒക്കെ എഴുതി അതിനുശേഷം ആണ് നമ്മൾ സ്റ്റുഡൻസിന്റെ മുമ്പിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ആധികാരികത ഇല്ലാതെ, ഉറപ്പില്ലാതെ ഒരു കാര്യം നമ്മൾ പിള്ളേരുടെ മുമ്പിൽ പറയാറില്ല. അപ്പൊ നിങ്ങൾ ആരുടെയാണോ വീഡിയോ കാണുന്നത് അവർക്ക് ആധികാരികത ഉണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തണം. മനസ്സിലായി? ഇപ്പൊ നമുക്കിപ്പോ ആരെയും അങ്ങനെ വിമർശിച്ച് അയാൾ പറയാൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് ശരിയല്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്തില്ല. പ്രത്യേകിച്ച് ഞാൻ അങ്ങനൊന്നും ഒരു സ്വഭാവ ശൈലിയുള്ള ഒരാളൊന്നും അല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആധികാരികത ഉറപ്പുവരുത്തുക. ഇവരൊക്കെ പറയുന്നത് ശരിയാണോ, ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ മറ്റ് ടെംപ്ലേറ്റുകൾ, മറ്റു കാര്യങ്ങൾ പി ടി സ്റ്റോറീസിലെ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിന് ഓൾറെഡി കൊടുത്തിട്ടൊക്കെ ഉണ്ട്, എങ്കിലും ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പി ടി ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ട്രെയിനർ ആയിരിക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് ആധികാരികമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. ഇപ്പൊ അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ അതിനിടയ്ക്ക് ഒരു കമന്റ് കേട്ടു കഴിഞ്ഞ ദിവസം, അതായത് ഇനി പി ടിയും പാടാണ്, IELTS പാടാണ്, OET പാടാണ്, എല്ലാം പാടാണ്, അപ്പൊ പിന്നെ ഇനി എന്തിനാ പി ടി പഠിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഈ IELTS ഒക്കെ എഴുതാമെന്ന് പറയുന്ന ഒരു IELTS പഠിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ വർഷങ്ങൾ IELTS പഠിപ്പിച്ചിട്ടുള്ളവരാണ്. IELTSും പി ടിയും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. പി ടി എന്ന് പറയുന്നത് സ്വർഗമാണ്. ഞാൻ എത്രയോ വർഷങ്ങൾ IELTS പഠിപ്പിച്ചിട്ടുള്ളത്, എനിക്കറിയത്തില്ലേ. IELTSനൊക്കെ ഒരു 9 ബാൻഡ് മേടിക്കുക, അല്ലെങ്കിൽ 90 ഔട്ട് ഓഫ് 90, IELTSന് 9 ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് കുഞ്ഞുകളിയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു 8 ബാൻഡ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്തോ മെനക്കേടാ. അതും പി ടിയും തമ്മിലൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. പി ടി ഈസ് ഫാർ ഈസിയർ. ഞാൻ പറയുന്നത് പി ടി തന്നെയാണ് താരതമ്യേന വളരെ എളുപ്പം. താരതമ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ ചുമ്മാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്നല്ല. നിങ്ങൾ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, നല്ല ട്രെയിനിങ് എടുക്കണം. പിന്നെ ഈ ചിലരുണ്ട് ടെംപ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് മാത്രം വെച്ച് അങ്ങോട്ട് പയറ്റാൻ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് അബദ്ധ ധാരണകളാണ്. അതൊക്കെ ടെംപ്ലേറ്റ് മാത്രം കൊണ്ട് കാര്യമില്ല. ടെംപ്ലേറ്റ് അത് എങ്ങനെ ഉപയോഗിക്കണം, അത് കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ടെംപ്ലേറ്റുകളായിരിക്കണം. ഇപ്പൊ എസ്സേയുടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ അത് മാറ്റം വരുത്തി. ഇപ്പൊ എനിക്കത് കാണും, ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചു, പക്ഷെ അത് കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തി ചോദ്യത്തിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി. അതുകൊണ്ടാണ് സ്കോർ കിട്ടിയത്. പിന്നെ ഈ സ്കോർ ചെറുതായിട്ട് കുറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കൊന്ന് റിപ്പീറ്റ് സെന്റൻസിൽ ചെറിയ എന്തെങ്കിലും പോരായ്മ വന്നിരിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷന്റെ അവസാനത്തേക്ക് പോയി. അതുകൊണ്ടാണ് റൈറ്റിങ്ങിന് ലിസണിങ്ങിനായിട്ട് മാർക്ക് കുറഞ്ഞെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അല്പം കൂടെ ഇത് ചെയ്യാം. പിന്നെ പ്രാക്ടീസിന്റെ കുറവ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഫുൾ ടെസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നും അല്ല. അതിന്റെ അങ്ങനെയാണ് സ്കോറിന് ചെറിയൊരു കുറവ് വന്നത്. എങ്കിലും ഓവറോൾ 90 തന്നെ കിട്ടി. അപ്പൊ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എക്സ്പീരിയൻസിന്റെ പുറത്ത് നമുക്ക് ചെയ്യുന്നതാണ്. അല്ല ഞാൻ പഠിച്ച് ടെസ്റ്റ് 10-30 ടെസ്റ്റും ചെയ്ത് അങ്ങനെ ചെയ്യുന്നതല്ല. ഒരു എക്സ്പീരിയൻസിന്റെ പുറത്തുകൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എനിവേ ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ ഇതിന്റെ വീഡിയോസ് ഇടാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലോ നമുക്ക് ഫോളോവേഴ്സ് ഉള്ള 17,500 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഇടാം. ഈ യൂട്യൂബിൽ അധികം കണ്ടന്റ് ഇടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സമയമില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇതിപ്പോ എത്ര നേരം ആയി കാണും ഈ വീഡിയോ? എനിക്കറിയത്തില്ല എത്ര നേരം ആയെന്ന്. എന്തായാലും കുറച്ചു നേരം ആയി കാണുമല്ലോ. അപ്പൊ ഇതുപോലെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം എടുത്ത് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാനൊരു ദിവസം ഒരു 8-9 മണിക്കൂറിന് മേലെ ക്ലാസ് എടുക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്ര ലെങ്തി വീഡിയോസ് എടുക്കാനുള്ള സമയപരിമിതി കുറവ്. അതേസമയം ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം 2 വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം. മനസ്സിലാവുന്നുണ്ട്? ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ജർമ്മന്റെ ഒരു ചാനലുണ്ട്, ഡോയ്ച്ച് ലൈഫ് എന്നൊക്കെ പറയാം. അപ്പൊ ജർമ്മന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട്, ജർമ്മന്റെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്.
ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ ഈ ഇത്രയും മണിക്കൂറുകൾ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ കൂടെ മനസ്സിലായല്ലേ, ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ എപ്പോഴും വീഡിയോസ് എടുക്കാത്തത്. പക്ഷെ ഞാൻ ഇടാം, ഒരാഴ്ചയിൽ 2-3 വീഡിയോസ് വെച്ചെങ്കിലും യൂട്യൂബ് ഫോക്കസ് ചെയ്ത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പിന്നെ അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, പാനിക് ആവണ്ട. ഞാൻ വളരെ ആധികാരികതയോടെ ഉറപ്പോടുകൂടെ തന്നെ പറയുന്നു, PT പ്രയാസമായിട്ടില്ല, PT ഡിഫിക്കൽട്ട് ആയിട്ടില്ല. നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് പഠിക്കുക, നല്ല ട്രെയിനിങ് എടുക്കുക. നല്ല ട്രെയിനിങ് എടുത്ത് നല്ലൊരു മെന്ററിന്റെ കീഴിൽ നിങ്ങൾ പഠിക്കുക, തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തന്നെ കഥ പറഞ്ഞ് കുറച്ചങ്ങ് പോയി. എനിവേ, വൈൻഡിങ് അപ്പ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.